ഏവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കൃത്യങ്ങളും റാഡിക്കലുകളുമാണ് പഠിക്കുന്നത്. കൃത്യങ്ങൾ എന്താ കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ട ഒരുപാട് ചോദ്യവും ഉത്തരങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു അല്ലെ. ഇനി എന്താണ് റാഡിക്കലുകൾ അഥവാ കരണികൾ? കരണി അല്ലെങ്കിൽ റാഡിക്കൽ എന്താന്ന് പറയുന്നത് നമുക്കറിയാം. 1, 2, 3, 4, 5 എക്സെട്ര എണ്ണൽ സംഖ്യകൾ അല്ലെ. ഒന്നിന്റെ റൂട്ട് എത്ര? 1. അതായത് ഏത് സംഖ്യ 2 പ്രാവശ്യം ഗുണിച്ചാലാണോ ഇത് കിട്ടുക, അതായത് റൂട്ട് 36 എത്ര? ഏത് സംഖ്യ 2 പ്രാവശ്യം ഗുണിച്ചാലാണ് 36 കിട്ടുക, അത് ഇവിടെ കൊടുക്കണം. ഓക്കെ, പോസിറ്റീവ് നമ്മൾ പറയും എത്ര? 6. റൂട്ട് 100 എത്രയാണ്? 10 ആണ്. 10 ഗുണിച്ചാലാണ് 100 ആണ് അല്ലെ. റൂട്ടാണ് പോസിറ്റീവ് വാല്യൂ എടുക്കുക. ഓക്കെ, എന്നാൽ നമുക്ക് റൂട്ട് 1ന്റെ വാല്യൂ റൂട്ട് 2, റൂട്ട് 3, 4, 5, 6, 7. റൂട്ട് 1 എന്ന് പറഞ്ഞാൽ 1 ആണ്. റൂട്ട് 2 എത്രയെന്ന് ചോദിച്ചാൽ കറക്റ്റ് പറയാൻ പറ്റും. റൂട്ട് 3 കറക്റ്റ്. റൂട്ട് 4 പിന്നെ 2 ആവുള്ളൂ അല്ലെ. റൂട്ട് 1 എന്ന് പറഞ്ഞാൽ 1 ആണ്. റൂട്ട് 4 ആണ് പിന്നെ 2 ആവും. ഇത് കഴിഞ്ഞാൽ പിന്നെ ഇതേ 2 ആണ്. റൂട്ട് 2ന്റെ വലിയ റൂട്ട് 3ന്റെ വലിയ 1നേക്കാൾ വലുതാണ്, എന്നാൽ 2നേക്കാൾ ചെറുതാണ്. 1 പോയിന്റ് സംതിങ് ആയിരിക്കും. റൂട്ട് 5, റൂട്ട് 6, റൂട്ട് 7 നമുക്ക് കറക്റ്റ് അല്ല. റൂട്ട് 8, റൂട്ട് 9 ആണ് പിന്നെ എത്രയാണ്? 3 ആണ്. റൂട്ട് 10, റൂട്ട് 14, റൂട്ട് 15 വരെ കറക്റ്റ്. റൂട്ട് 16 ആണ് എത്രയാണത്? 20. റൂട്ട് 16 ആണ് എത്രയുള്ളത്? 4 ആവും അല്ലെ. 4. അപ്പോ റൂട്ട് 1 ആണ് 1, പിന്നെ റൂട്ട് 4 2 ആകാൻ പറ്റും. അപ്പൊ അതിനിടയിൽ വരുന്ന ആളുകളുണ്ട് റൂട്ട് 2, റൂട്ട് 3. ഇതിന്റെയൊക്കെ വില അനന്തമായി പോകും. 1 പോയിന്റ് ആണ് പോവുക. ഇതും 1 പോയിന്റ് സംതിങ്. ഇത് കറക്റ്റ് 2. ഇത് കറക്റ്റ് 2 പോയിന്റുകൾ എത്ര? 2.2.2. ഇത് കറക്റ്റ് 3. ഇത് പിന്നെ 3 പോയിന്റുകൾ അങ്ങനെ വന്ന് 4 ആവും. പിന്നെ റൂട്ട് 17, റൂട്ട് 18, റൂട്ട് 19, റൂട്ട് 20, റൂട്ട് 21, 22, 23, 24 റൂട്ടൊക്കെ 4 പോയിന്റ്. റൂട്ട് 25 അവിടെ 5. ആ ബാക്കിയുള്ള ആളുകളുണ്ടല്ലോ കറക്റ്റ് ഒരു നമ്പർ വരാത്ത, അതിനെയാണ് എന്താ കരണികൾ അല്ലെങ്കിൽ റാഡിക്കലുകൾ. റൂട്ട് 45, 46, 47, 48 റൂട്ട് ഒക്കെ റൂട്ട് 48 വരെ അതൊക്കെ എന്താണ് നമുക്കറിയാം, കറക്റ്റ് നമ്പർ ഇല്ല, അതൊക്കെ കരണിയാണ്. റൂട്ട് 49 എന്നല്ല കരണിയല്ല, കാരണം റൂട്ട് 49 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 7 ആണ്. റൂട്ട് 90, 91, 92 റൂട്ട് 93, 94, 99 വരെ കരണിയാണ്. റൂട്ട് 100 ആകുന്ന കരണിയല്ല, കാരണം റൂട്ട് 100 എന്ന് പറഞ്ഞാൽ കറക്റ്റ് 10 ആണ്. അതുപോലെ എങ്ങനെ നോക്കും നമ്മളൊക്കെ റൂട്ട് 100, 10 ഏത് സംഖ്യ ഇവിടെ ശരിക്ക് ഇവിടെ 2 ഉണ്ട്. ഏത് സംഖ്യ 2 പ്രാവശ്യം ഗുണിച്ചാലാണ് 100 അത് ഉത്തരാണ് 10. ഏത് സംഖ്യ 2 പ്രാവശ്യം ഗുണിച്ചാൽ 36 അതാണ് ആൻസർ. അപ്പൊ ഇങ്ങനെ സംഭവമുണ്ട്. ഏത് സംഖ്യ 3 പ്രാവശ്യം ഗുണിച്ചാൽ 64 ആകും, ആ ഉത്തരം അവിടെ റൂട്ട് 64. ഇവിടെ വെറും റൂട്ടായിരുന്നെങ്കിൽ റൂട്ട് എന്ന് പറഞ്ഞാൽ അതിനുള്ളിൽ 2 ഇട്ട് സ്ക്വയർ റൂട്ട് എന്ന് പറയും. ഏത് സംഖ്യ 2 പ്രാവശ്യം ഗുണിച്ചാൽ 64 ആകും, 8 ആൻസർ. ഏത് സംഖ്യ 3 പ്രാവശ്യം ഗുണിച്ചാലാണ് 64 ആകുക, അതിന്റെ ഉത്തരം 4 ആണ്. 4 4 4 ഗുണിച്ചാൽ 64 ആണ്. ഓക്കെ, അപ്പൊ റൂട്ട് ഓഫ് ഒരു നമ്പറും ഇവിടെ എത്രയാണോ നോക്കുക, അത്ര പ്രാവശ്യം ഗുണിച്ചാൽ ഇത്ര കിട്ടുന്ന നമ്പർ ഉണ്ടെങ്കിൽ അതാണ് കറക്റ്റ് എണ്ണൽ സംഖ്യ നമ്പർ ആണ്, എങ്കിൽ അത് കരണിയല്ല. നേരെ മനസ്സിലാണ്. റൂട്ട് ശ്രദ്ധിക്കണം, ക്യൂബ് റൂട്ട് ആണ് 25. ഇതിനർത്ഥം ഏത് സംഖ്യ 3 പ്രാവശ്യം ഗുണിച്ചാലാണോ 25 ആകുക, അതാണ് ഉള്ളത്. അങ്ങനെ ഒരു നമ്പർ എണ്ണൽ സംഖ്യ നമുക്ക് കിട്ടില്ല. അതുകൊണ്ട് ഇവിടെ നമ്പർ ചെയ്താൽ പറ്റില്ല. അതുകൊണ്ട് ഇത് കരണിയാണ്. നേരെ കുറച്ച് വായിച്ചാൽ വെറും റൂട്ട് 25 ആണെങ്കിൽ 25 റൂട്ട് എത്ര? 5. ഏത് സംഖ്യ 2 പ്രാവശ്യം ഗുണിച്ചാലാണ്. ആ 2 സാധാരണ ഇവിടെ വരാറില്ല, ഇങ്ങനെ ശരിക്കും ഇങ്ങനെ വേണം. ഇവിടെ റൂട്ടിനുള്ളിൽ ഒന്നും കാണുന്നില്ലെങ്കിൽ ഓർക്കുക, അത് സ്ക്വയർ റൂട്ടാണ്. 2 പ്രാവശ്യം ഗുണിച്ചാൽ. ഇവിടെ 3 ആണെങ്കിൽ 3 പ്രാവശ്യം ഗുണിച്ചത് 4. ക്യൂബ് റൂട്ട് കഴിഞ്ഞ് 4th റൂട്ട് 125. ഏത് സംഖ്യ 4 പ്രാവശ്യം ഗുണിച്ചാലാണോ 125 ആകുക നോക്കും. അങ്ങനെ നമ്പർ കിട്ടുകയാണെങ്കിലോ 5ഉം 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 ഗുണിച്ചാൽ 625 ആണ്. 5ഉം 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 ആണെങ്കിൽ കറക്റ്റ് 125 ആണ്. ഇത് 4 പ്രാവശ്യം ഗുണിക്കാം. 3 3 3 3 ഗുണിച്ചാല് 81 ആവും. 4 4 4 4 ഗുണിച്ചാല് 4 പ്രാവശ്യം ഗുണിക്കും. ഓക്കെ, 4 4 4 ഗുണിച്ചാൽ 256 വരും. 3 3 3 3 ആണെങ്കിൽ 81. 4കൾ 4 ചേർന്നാല് 200 അപ്പുറം പോകും. അപ്പോ
125 കിട്ടണമെങ്കിൽ കറക്റ്റ് നമ്പർ ഇല്ല 4 മിനിറ്റ്. ഇനി നോക്ക് 3 പ്രാവശ്യം വിളിച്ചാൽ 125 കിട്ടുന്ന സംഖ്യ 3 3 3 27 ആവും. 4 4 4 64 5 5 5 കറക്റ്റ് 125. അപ്പൊ അതിന്റെ ഉത്തരം 5 ആണ്. ക്യൂബ് റൂട്ട് 125 5 125നെ 5 3 പ്രാവശ്യം വിളിച്ചാൽ 125 ആവും. അതുകൊണ്ട് തന്നെ ക്യൂബ് റൂട്ട് 5 ആണ്. സ്ക്വയർ റൂട്ട് 81 എന്ന് പറഞ്ഞാൽ 81ന്റെ റൂട്ട്. ഇവിടെ 2 കൊടുത്താലും ഇല്ലെങ്കിലും അത് 2 തന്നെ ആയിരിക്കും. ഏത് സംഖ്യ 2 പ്രാവശ്യം വിളിച്ചാലാണ് റൂട്ട്. അതിന്റെ ഉത്തരം 9 ആണ്. ക്യൂബ് റൂട്ട് തന്നിട്ട് 8 തന്നു. റൂട്ട് 8 ആണ് ഈ കറക്റ്റ് നമുക്ക് പറയുന്നത്. കാരണം റൂട്ട് 8 ഒഴിക്കാറുണ്ട്. ക്യൂബ് റൂട്ട് 8 എന്ന് പറഞ്ഞാൽ ഏത് സംഖ്യ 3 പ്രാവശ്യം വിളിച്ച് 8 ആവും. അതിന്റെ ഉത്തരം 2 ആണ്. 2 2 2 വിളിച്ച് 6 അല്ല. 2 2 4 4 8. അപ്പൊ ക്യൂബ് റൂട്ട് 2 ആണ്. അപ്പൊ ഇതെന്താ, ഇതിനൊക്കെ കറക്റ്റ് നമ്പർ ഉണ്ട്. അതുകൊണ്ട് കരണിയല്ല, ഇത് കരണിയല്ല. അങ്ങനെ സമം ഒരു നമ്പർ ഒരു എണ്ണൽ സംഖ്യ കറക്റ്റ് എഴുതാൻ പറ്റുന്നെങ്കിൽ അതൊന്നും കരണിയല്ല. അങ്ങനെ പറ്റാതെ വരുന്ന സംഖ്യ എന്താ പറയാ, കരണികൾ അല്ലെങ്കിൽ റാഡിക്കലുകൾ. ഓക്കെ, അപ്പോ റൂട്ട് 1നെ 1 ഇടാം. റൂട്ട് 1 പറ്റില്ല. റൂട്ട് 2 റൂട്ട് 3 റൂട്ട് 4 എന്താ കരണിയല്ല. റൂട്ട് 4 കരണിയല്ല. റൂട്ട് 4 കറക്റ്റ് അല്ല. അപ്പൊ റൂട്ട് 5 റൂട്ട് 6 റൂട്ട് 7 റൂട്ട് 8 റൂട്ട് 9 കരണിയല്ല, കാരണം 3 റൂട്ട് 10 റൂട്ട് 11 അങ്ങനെ റൂട്ട് 15 വരെ കറന്നില്ല. പിന്നെ റൂട്ട് 16 ഇവിടെ ഒരു റൂട്ട് 1 ഇല്ല, കരഞ്ഞല്ല. പിന്നെ ഇവിടെ കമ്മിണ്ട് അല്ലെ, പറ്റില്ല. റൂട്ട് 8 കഴിഞ്ഞാൽ റൂട്ട് 9 ആണ്, അത് കരഞ്ഞില്ല. പിന്നെ റൂട്ട് 16 ഇവിടെ പോയി. റൂട്ട് 17 18 അല്ലെ, 19 അങ്ങനെ പോന്ന് 24 വരെ. ഓക്കെ, പിന്നെ 25 കരഞ്ഞില്ല. പിന്നെ റൂട്ട് 26 27 റൂട്ട് അങ്ങനെ പോന്ന് 35 വരെ കരഞ്ഞാണ്. 36 കരഞ്ഞല്ല. അങ്ങനെ വന്ന് 48 വരെ കരഞ്ഞാണ്. 49 കരഞ്ഞല്ല. പിന്നെ 50ന്റെ റൂട്ട് എന്നത് 63 വരെ കരഞ്ഞാണ്. 64 കരഞ്ഞല്ല. പിന്നെ 65 കാണാ. ഇങ്ങനെ ഇങ്ങനെ 35 പിന്നെ അങ്ങനെ പോകും. ഈ വരുന്നവരൊക്കെ എന്താ പറയാ, കരണികളിലേക്ക് റാഡിക്കലുകൾ. ഇനി ഇതില് ശുദ്ധകരണിയും അതുപോലെ മിശ്രകരണിയുണ്ട്. ശുദ്ധകരണി എന്ന് പറഞ്ഞാൽ അത് ആ റൂട്ടിനുള്ളിൽ സംഖ്യ മാത്രം ഒതുങ്ങി അതിനെ പുറത്തേക്ക് ഒരു വേറൊരു ഘടകമാക്കി എഴുതാൻ പറ്റില്ല. പുറത്തൊരു ഭിന്നസംഖ്യ വരില്ല. റൂട്ട് ഇപ്പൊ നോക്കാം, റൂട്ട് 10 നമ്മൾ കാണുന്നത് റൂട്ട് 7. റൂട്ട് 7 എന്ന് പറഞ്ഞാൽ 7ന്റെ പിന്നെ 7 ഒന്നും അല്ലാതെ പുറത്ത് തീർക്കാൻ പറ്റുന്നില്ല. വേറെ കാണിച്ചാൽ ഇതൊക്കെ ശുദ്ധകരണി, മിശ്രകരണി കാണിച്ചത്. അപ്പൊ ശുദ്ധകരണി പെട്ടെന്ന് റൂട്ട് 50 സംഭവം. ഇത് റൂട്ട് 50 പറഞ്ഞാല് കറക്റ്റ് 7ന്റെ അപ്പുറത്ത് 8 അല്ലെ, ആയിട്ടില്ല. 7 ഇതിന്റെ ഉള്ളില് ഒന്ന് ശ്രദ്ധിച്ച് തിരിച്ചെഴുതി കഴിഞ്ഞാൽ നമുക്ക് ചില ആളുകൾ പുറത്തേക്ക് വലിച്ചെടുക്കാൻ പറ്റും. ഞാൻ കാണിച്ചു. റൂട്ട് 50നെ റൂട്ട് 20നെ 2 അല്ലെങ്കിൽ 25 2 ഓക്കെ സമ റൂട്ട് ഉണ്ട്. ഈ 2 റൂട്ടിന്റെ ഉള്ളിലേക്ക് പിന്നെ ഇവിടെ 25 റൂട്ടിന്റെ ഉള്ളിൽ. ആ 25 എന്ന് പറഞ്ഞാൽ റൂട്ടിന്റെ ഉള്ളില. റൂട്ടിന്റെ ഉള്ളിൽ 25 വരിക എന്ന് പറഞ്ഞാൽ റൂട്ട് 25 വായി. ഈ റൂട്ട് 2 ആക്കുമ്പോ വേറെ കൊടുക്കുക. റൂട്ട് 25 ഗുണം റൂട്ട് 2 എന്നാണ്. ആ റൂട്ട് 2 ഇവിടെ റൂട്ട് 25 എന്ന് പറഞ്ഞാൽ 5 ആയിട്ടുണ്ട്. അപ്പൊ റൂട്ട് 25 റൂട്ടിന്റെ ഉള്ളിൽ പുറത്ത് വരുമ്പോ 5 ആവും. അപ്പൊ റൂട്ട് 50 നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റുന്നു? 5 റൂട്ട് 2 എഴുതാം. ഇപ്പൊ ഇതൊരു ഭിന്നകമാണ്. ഭിന്നകം അടക്കം കുടിച്ചു വരും. ഇതാ ഭിന്നകം റൂട്ട് ഉണ്ട്. അഭിന്നകത്തിന്റെ കൂടെ അഭിന്നകം അതാണ് റാഡിക്കൽ കാര്യം. ഓക്കെ, അഭിന്നകത്തിന്റെ കൂടെ ഭിന്നസംഖ്യ വന്നാൽ അതാണ് മിക്സ്ഡ്. ഓക്കെ, അതാണ് നമ്മൾ പറഞ്ഞത് ശുദ്ധകാരത്തിന്റെ. അപ്പൊ മിശ്രകാരം ഇങ്ങനെ പുറത്തു നിർത്താൻ പറ്റാതെ വരികയാണെങ്കിൽ റൂട്ട് 10 നമുക്കൊരു 5 എത്ര പറ്റുള്ളൂ? 2 × 5 പറ്റുള്ളൂ 10. റൂട്ട് 2 കറക്റ്റ് നമ്പർ അല്ല, റൂട്ട് 5 കറക്റ്റ് ഇല്ല. അപ്പൊ അത് പുറത്തേക്ക് വരില്ല. അപ്പൊ ഉള്ളിൽ തന്നെ നിൽക്കും. ഉള്ളിൽ തന്നെ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ആളുകളാണ് ശുദ്ധകരണികൾ. പുറത്തേക്ക് വലിച്ചെടുക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ പുറത്ത് ഒരു ഭിന്നസംഖ്യയോടെ വരികയാണെങ്കിൽ അതാണ് മിശ്രകരണി. 7 റൂട്ട് 3 മിശ്രകരണിയാണ്. വെറും റൂട്ട് 3 ആയിരുന്നെങ്കിൽ ശുദ്ധകരണിയാണ്. റൂട്ട് 10 ശുദ്ധകരണിയാണ്. 5 റൂട്ട് 10 4 റൂട്ട് 8 3 റൂട്ട് 7 ഇതൊക്കെ മിശ്രകരണിയാണ്. ഇതോ റൂട്ട് 16 ശുദ്ധകരണി. റൂട്ട് 16 കരണിനല്ലോ. റൂട്ട് 16 കറക്റ്റ് 4 അല്ലേ. കരണി എന്ന് പറഞ്ഞാൽ എന്താ? കറക്റ്റ് ഒരു എണ്ണൽ സംഖ്യയിലേക്ക് അതിനെ മാറ്റാൻ പറ്റാതെ, ഭിന്നസംഖ്യയിൽ മാത്രം ഒതുക്കാൻ പറ്റാതെ
ഇതെന്ന് പറഞ്ഞ റൂട്ട് 9 പറഞ്ഞ 3 നമ്മൾ പറഞ്ഞതാ അവിടെ നിന്ന് കരഞ്ഞ ഇത് കരഞ്ഞല്ല ഇത് കരഞ്ഞല്ല റൂട്ട് 1 റൂട്ട് 4 റൂട്ട് 9 റൂട്ട് 16 റൂട്ട് അല്ലെ 25 റൂട്ട് 16 ഇവിടെ 35 36 അങ്ങനെ ഒന്നും കരഞ്ഞല്ല അതിനാ റൂട്ട് 16 റൂട്ട് 100 കരഞ്ഞല്ല. അപ്പൊ ശുദ്ധകരണി പഠിക്കുമ്പോൾ ഓർക്കുക റൂട്ടിന്റെ ഉള്ളിൽ ഒരു നമ്പർ മാത്രം ആ നമ്പറിനെ പുറത്തേക്ക് വലിച്ചെടുക്കാൻ പറ്റാത്ത കോലത്തിലാണെങ്കിൽ ശുദ്ധകരണി. ഇത് റൂട്ട് 16 എന്ന് പറഞ്ഞാൽ ഫുള്ള് വെറും 4ലേക്ക് മാറുന്നത്. ഇത് കരണിയേ അല്ല. കരണികളിലാണ് ശുദ്ധവും മിശ്രവും വരിക. കരണി അല്ലാത്ത പിന്നെ ശുദ്ധകരണി ഉണ്ടാവില്ല. റൂട്ട് 16 ശുദ്ധകരണിയല്ല, കരണിയല്ല. റൂട്ട് 100 ശുദ്ധം എന്ന് പറയാൻ നിൽക്കേണ്ട കരണിയല്ല. ഓക്കെ. റൂട്ട് 32 അത് നമുക്ക് 2x16 16 പുറത്ത് വരുമ്പോൾ 4 പിന്നെ റൂട്ട് ഉണ്ട് 4 റൂട്ട് ഉണ്ട്. ഇത് മിശ്രകരണിയാണ്. അങ്ങനെയാണ് ശുദ്ധകരണി അല്ലെ. ഇതെങ്ങനെ കൊടുത്തു നമുക്ക് മിശ്രകരണിയാണ്. ഓക്കെ. റൂട്ട് 70 ശ്രദ്ധിച്ചു. 7 7 ഇല്ല 7 10 പുറത്തേക്ക് വരില്ല ഇല്ല 10 2 5 പുറത്തേക്ക് ആരും വരില്ല. അതുകൊണ്ട് റൂട്ട് 70 ശുദ്ധമായ ഒരു കരണിയാണ്. ഓക്കെ. നോക്കാം. റൂട്ട് 64 ഇവിടെ കൊക്കന്റെ ഉള്ളിൽ ഒന്നും കാണില്ല എന്ന് പറഞ്ഞാൽ 2 ഉണ്ട്. ഏത് സംഖ്യ 2 പ്രാവശ്യം വിളിച്ചാൽ 64 ആകും 8. അപ്പൊ ഇത് കറക്റ്റ് 8ലേക്ക് മാറും. ഇത് കരണിയേ അല്ല. റൂട്ട് 8ന്റെ റൂട്ട് കറക്റ്റ് ഇല്ല. റൂട്ട് 9 ആണ് അല്ലെ. അപ്പോ ഇത് പുറത്തേക്കൊന്നും വരാനില്ല. ഇത് കരണിയാണ്. ഇതിന് 2x4 ഇല്ല കരണിയാണ്. പിന്നെ നമുക്ക് റൂട്ട് 2x4 ഇല്ല. ആ 4 പുറത്തേക്ക് ചാടിച്ചാൽ 2 മാറും. 4 പുറത്തുനിന്ന് 2 പിന്നെ 2 ഉള്ളിൽ പുറത്തു 2 റൂട്ട് കരണിയാണ്. അതും എങ്ങനെയുള്ള കരണിയാണ്? മിശ്രകരണി. ക്യൂബ് റൂട്ട് 8 ഇത് കരണിയാണോ അല്ലെ ശുദ്ധകരണിയാണോ മിശ്രകരണി എന്നൊക്കെ അറിയാൻ വേണ്ടിട്ട് ക്യൂബ് റൂട്ട് 8 പറഞ്ഞാൽ 8 കിട്ടണമെങ്കിൽ ഏത് സംഖ്യ 3 പ്രാവശ്യം കുടിക്കണം. അങ്ങനെ സംഖ്യ ഉണ്ടോ എങ്കിൽ അതാണ് അതിന്റെ ആൻസർ. 2 2 2 3 8 അല്ലേ. അപ്പൊ ഇതിന്റെ ആൻസർ 2 ആണ്. ഇതിന് 2 എന്നാണ് പറയുള്ളായിട്ട് ക്യൂബ് റൂട്ട് 8. വെറും റൂട്ട് 8 ആണെങ്കിൽ കറക്റ്റ് ഇല്ല കേട്ടോ. ഇതിങ്ങനെ കരണിയാവും ശുദ്ധകരണി മിശ്രകരണി. ക്യൂബ് റൂട്ട് 8 എന്ന് പറഞ്ഞാൽ ശരിക്കും 2 ആണ്. ഏത് സംഖ്യ 3 പ്രാവശ്യം കുടിച്ചാൽ 8 ആകും. അതാണ് ഉത്തരം. ഇത് കരണിയേ അല്ല. കാരണം 2ലേക്ക് മാറും. 64 റൂട്ട് 64 8ആണ്. ക്യൂബ് റൂട്ട് 64 ഏത് സംഖ്യ 3 പ്രാവശ്യം കുടിച്ചാൽ 64 ആകും നോക്കുക. അങ്ങനെയുള്ള ഒരു നമ്പറാണ് 4. 4 4 4 കുടിച്ചാൽ 64 ആണ്. അപ്പോ ഇത് കരണിയല്ല, ഇത് കരണിയല്ല. റൂട്ട് 300 റൂട്ട് കറക്റ്റ് ഇല്ല. ആണെങ്കിൽ 3x100 ആക്കാം. 100 പുറത്തേക്ക് ചാടിച്ചാൽ 10 ആക്കാം. കരണിയാണ്. അതും മിക്സ്ഡ് ആണ്. മിശ്രകരണി. റൂട്ട് 100 കറക്റ്റ് 10 ആണ്. കരണിയേ അല്ല. 4 റൂട്ട് 100 കിട്ടണമെങ്കിൽ ഏത് സംഖ്യ 4 പ്രാവശ്യം കുടിക്കാൻ നോക്കാം. 5 5 5 5 മുറിച്ചാൽ 125 625 4 4 4 കുറിച്ചാലോ 16 3 3 3 3 കുറിച്ചാൽ 9 81 3 കുറിച്ചാൽ 81 ഉള്ളൂ. 4 പ്രാവശ്യം 4 കുറിച്ചാൽ 220 ഇങ്ങനെ നമ്പർ കിട്ടുക. അതുകൊണ്ട് ഇത് നമുക്ക് പറയാൻ എന്താണ് കരണിയാണ്. 4 പ്രാവശ്യം കുറിച്ചാൽ അപ്പൊ അങ്ങനെയാണ്. 4th റൂട്ട് 256. ഈ 4th റൂട്ട് ഇതെന്ന് പറഞ്ഞാല് 16ന്റെ സ്ക്വയർ 16 × 16 ആണ് സമത്വം. പക്ഷെ 4ന്റെ വരണം നമ്മൾ ചെയ്യാം. ഇതിനെ 4 × 4 ഇതിനെ പിന്നെ പരാന്ന് 4 × 4 നോക്കിയോ. റൂട്ടിന്റെ ഉള്ളിൽ 4 ഇവിടെ പൊക്കന്റെ ഉള്ളിൽ ഇവിടെ 4. ഒരു സംഖ്യ 4 പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ അതിനെ ഒരു പ്രാവശ്യം ചെയ്യാൻ പറ്റൂ. 4 പ്രാവശ്യം ഏതൊരു സംഖ്യ 4 പ്രാവശ്യം കുടിച്ചാൽ 256 കിട്ടും. ഏതാണ് സംഖ്യ? 4 4 4 4 4 കുടിച്ചാൽ 256. അപ്പോ ഇതിന് ഉത്തരം 256 ഉത്തരത്തിലാണ് 4ആണ്. ഇൻഡെക്സും റാഡിക്കലും. ഇപ്പൊ റൂട്ട് 45 ഇവിടെ വരുന്ന സംഖ്യ ഇതിനെയാണ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഇവിടെ നമ്പർ ഇല്ലെങ്കിൽ ഓർക്കണം അത് 2 ആയിരിക്കും. ഇൻഡെക്സ് 2. ഇതിനുള്ളിൽ വരുന്ന സംഖ്യ അതാണ് റാഡിക്കൽ. ഓക്കെ. ഇതിന്റെ ഇൻഡെക്സ് 6 ആണ്. റാഡിക്കലിന്റെ 475. ഇവിടെ ഇൻഡെക്സ് 3 ആണ്. റാഡിക്കലിന്റെ 75. ഈ ഇവിടെ ഈ പൊക്കന്റെ ഉള്ളിൽ വരുന്നതിനാണ് ഇൻഡെക്സ് പറയുന്നത്. ഉള്ളിൽ വരുന്ന റൂട്ടിനുള്ളിൽ വരുന്ന സംഖ്യനെ റാഡിക്കലിന്റെ. ഓക്കെ. ഇതോടുകൂടി നമ്മുടെ ക്ലാസ് നമ്മൾ വൈൻഡപ്പ് ചെയ്യണം. പുതിയ കാര്യങ്ങളുമായിട്ട് നമ്മുടെ ക്ലാസ്